എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഷിബിലി കോട്ടക്കൽ KL 65 എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഈ ചാനലിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് ദേശീയപാത 66 കോട്ടക്കൽ ബൈപ്പാസ് എന്നറിയപ്പെടുന്ന ചെനക്കൽ മുതൽ എടരിക്കോട് മമ്മാലിപ്പട വരെയുള്ള റോഡ് വർക്കിൻ്റെ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. എല്ലാവരും പരമാവധി കാണാൻ ശ്രമിക്കുക. ഈ വീഡിയോ ചെയ്യുന്നത് ദേശീയപാത 66 റോഡിൻ്റെ വർക്കുകൾ കാണാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടി മാത്രമാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ചെനക്കൽ സ്വാഗതമാട ഭാഗത്തെ വർക്കിൻ്റെ കാഴ്ചകളാണ്, റോഡ് വർക്കിൻ്റെ കാഴ്ചകളാണ്. സ്വാഗതമാട് ഭാഗത്തെ ഓവർപാസ്സാണത്. ഇതിൻ്റെ മുകളിലൂടെ ആയിരിക്കും ഈ റോഡ് ലെവലായാൽ മലപ്പുറം കോട്ടക്കൽ ഭാഗത്തോട്ടൊക്കെ വാഹനങ്ങൾക്ക് തിരിച്ച് പോകേണ്ടി വരുന്നത്. ഈ ഭാഗം മണ്ണ് എടുത്ത് കുറച്ചും പാടും താഴ്ത്താനുണ്ട്. ഒരു ഭാഗത്ത് പൂർണ്ണമായിട്ടും താഴ്ത്തിയിട്ടുണ്ട്, ഒരു ഭാഗം പടിഞ്ഞ് താത്താനുണ്ട്. അതുകൂടാൻ തന്നെ ചേർക്കുന്നതായിരിക്കും. ഇവിടെ നല്ല പാറുണ്ട്, നല്ല കരിമ്പാറുള്ള ഭാഗമാണ്, വലിയ കരിങ്കല്ലാണ്. അത് പൊടിക്കുന്ന മെഷീനാണത്, അതിൻ്റെ വർക്കാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഈ ഭാഗത്ത് തന്നെ അത്യാവശ്യം കരിങ്കല്ലൊക്കെ കിട്ടുന്ന ഇതുകൊണ്ട് അത്യാവശ്യം റോഡ് വർക്കിനുള്ള കരിങ്കല്ല് ഈ ഭാഗത്ത് തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ ഭാഗത്ത് കുറച്ച് താഴ്ചയും അതുപോലെ തന്നെ കയറ്റമുള്ള ഒരു ഏരിയ ആയിരുന്നു. ഇവിടെ ഒരു ഭാഗത്ത് കട്ട വെച്ച് മണ്ണിട്ട് ഉയർത്തിയും ഒരു ഭാഗത്ത് ഫ്ലൈ ഓവറാണ് വരുന്നത്. കുറച്ചങ്ങോട്ട് പോയാൽ പൂർണ്ണമായും രണ്ട് ഭാഗത്തും ഫ്ലൈ ഓവറാണ് വരുന്നത്. ഇവിടെ ഉടൻ തന്നെ ഗഡറുകൾ വെക്കുന്നതായിരിക്കും. കോട്ടക്കൽ ബൈപ്പാസിൻ്റെ ഭൂപ്രകൃതി എന്ന് പറഞ്ഞാൽ ചില ഭാഗത്ത് താഴ്ചയും ചില ഭാഗത്ത് നല്ല കയറ്റവും അതുപോലെ ചില ഭാഗത്ത് പാടം വയലൊക്കെ വരുന്ന ഭാഗമാണ്. അതിലൂടെയാണ് ഈ റോഡ് കടന്നു പോകുന്നത്. ഈ ഭാഗത്തൊക്കെ മുമ്പ് കുറേ വീടുകളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു. ഇവിടെ നിന്നൊക്കെ കുറേ വീടുകൾ ക്യാഷ് കൊടുത്ത് ഒഴിപ്പിച്ച് ആണ് ഈ റോഡ് വർക്കൊക്കെ തുടങ്ങിയിട്ടുള്ളത്. ഈ ഭാഗത്ത് നല്ല കരിമ്പാറൊക്കെ കിട്ടുന്നത് കൊണ്ട് ഇവർക്ക് വർക്കിനൊക്കെ അത്യാവശ്യം കരിമ്പാറ ഈ ഏരിയയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ആ സൈഡിലാണ്, കാണുന്ന സൈഡിലാണ് കട്ട വെച്ച് മണ്ണിട്ട് ഉയർത്തുന്ന ഭാഗം. ഈ ഭാഗത്ത് ഗഡർ വെച്ച് അതിൻ്റെ മുകളിലൂടെ കോൺക്രീറ്റ് ചെയ്ത് റോഡ് ലെവൽ ചെയ്താണ് റോഡ് വരുന്നത്. ഞാൻ ഒരു മാസം മുന്നേ കോട്ടക്കൽ ബൈപ്പാസിൻ്റെ റോഡ് വർക്കിൻ്റെ വീഡിയോ ഈ ചാനലിൽ ഇട്ടിരുന്നു. അതിൽ നിന്നും വളരെ മാറ്റങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. വളരെ വേഗതയിലാണ് വർക്കുകൾ പുരോഗമിക്കുന്നത്. ഈ ഭാഗം നമ്മൾ കഴിഞ്ഞ മാസം വീഡിയോ എടുത്തപ്പോൾ നല്ല ഉയർച്ചയുള്ള ഭാഗമായിരുന്നു. അവിടെ JCB ഉപയോഗിച്ച് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ട്. ഈ ഫ്ലൈ ഓവറിന് കണക്കായിട്ട് മണ്ണ് താഴ്ത്തിയിട്ടുണ്ട്. ഏകദേശം ഒരു വർഷം കൊണ്ട് ഈ റോഡിൻ്റെ വർക്ക് പൂർണ്ണമായിട്ടും കഴിയുമെന്നാണ് എഞ്ചിനീയർമാർ മറ്റും പറയുന്നത്. ഈ ഭാഗത്ത് കട്ട വെച്ച് മണ്ണിട്ട് ഇടുന്നവർക്ക് ഏകദേശം പകുതിയോളമായിട്ടുണ്ട്. ഇനി കുറച്ച് ഭാഗം പാടും കട്ട വെച്ച് മണ്ണിട്ട് ഉയർത്താനുള്ളൂ. ഇതുപോലുള്ള ആറുവരിപ്പാത വരുന്നതോടെ പല ടൗണിലെ ബ്ലോക്കുകളും ഒക്കെ ഒഴിവാക്കി യാത്ര ചെയ്യാൻ സഹായിക്കും. അപ്പോൾ ഇതുപോലുള്ള റോഡുകൾ ഇനിയും വരട്ടെമെന്ന് നമ്മൾ ആശംസിക്കുന്നു. ഈ റോഡ് വരുന്നതോടെ ചെങ്കുവട്ടി എടരിക്കോട് ഭാഗത്തെ ബ്ലോക്കുകളിൽ നിന്ന് ഒഴിവായി ഈ റോഡിലൂടെ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. അങ്ങനെ പറഞ്ഞ് ഞാൻ ചെറുശ്ശോല ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഈ ഭാഗത്ത് കട്ട വെച്ച് മണ്ണിട്ട് ഉയർത്തുന്നവർക്ക് കംപ്ലീറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. ചെറുശ്ശോല ഈ ഭാഗത്ത് ഒരു ചെറിയൊരു അണ്ടർപാസ് വരുന്നുണ്ട്. ഇവിടുത്തെ ജനങ്ങൾക്ക് അപ്പുറത്തോട്ടും പുറത്തോട്ടും യാത്ര ചെയ്യാനും മറ്റും ആവശ്യമുള്ളത് ചെറിയൊരു അണ്ടർപാസ്സാണ്. അണ്ടർപാസ്സാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്.
അതുപോലെ തന്നെ ഈ ഭാഗത്തൊരു കൾവെർട്ട് വരുന്നുണ്ട്. ഡ്രെയിനേജ് വെള്ളമൊക്കെ ഒഴുകി പോകാനുള്ള ഒരു കൾവെർട്ട്, അത്യാവശ്യം വലുപ്പമുള്ള ഒരു കൾവെർട്ടുണ്ട്. അതിൻ്റെ സുഗമമായ ഒഴുക്കിനും വേണ്ടി ഇവിടെ കരിങ്കലൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ആ കൾവെർട്ടാണ് നിങ്ങൾ കാണുന്നത്. അതിൻ്റെ വെള്ളം മറ്റും പുറത്തോട്ട് എടുക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇവിടെ കരിങ്കല്ല് വെച്ച് ആ പിയറിന് കണക്കായിട്ട് കരിങ്കല്ലൊക്കെ വെച്ചിട്ടുള്ളത്. ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് ഭാഗം 2 തൂണുകളിലൂടെയാണ് റോഡ് വരുന്നത്. 2 പില്ലറിലൂടെയാണ് റോഡ് വരുന്നത്. ഈ ഭാഗത്തൊക്കെ ഒരു സൈഡ് പൂർണ്ണമായിട്ടും കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ചൊരു സൈഡ് ഭാഗത്ത് മാത്രം കോൺക്രീറ്റ് ചെയ്യാനുള്ളൂ. അതുടൻ തന്നെ തീർക്കുന്നതായിരിക്കും. നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ ഇവിടെ ഒന്നും വർക്കുകൾ കഴിഞ്ഞിട്ടേ ഇല്ലായിരുന്നു. ഇപ്പോൾ ഏകദേശം ഒരു തൂണ് ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ ചങ്ങായിമാരെ, ഈ ഭാഗത്തെത്തിയപ്പോൾ 2 ഭാഗത്തും കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പില്ലറിൻ്റെ മുകളിൽ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മളെ വർക്കുകളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതുവരെ കണ്ട ഭാഗത്ത് മാത്രമേ ഇനി വർക്ക് നടക്കാനുള്ളൂ. ഇനി കുറച്ച് ഭാഗം ഒരു കട്ട വെച്ച് മണ്ണിട്ട് ഉയർത്തേണ്ട വർക്കുണ്ട്. അത് ഏകദേശം ഉടൻ തന്നെ തീർക്കുന്നതായിരിക്കും. ഈ ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ നിന്നുള്ള വീഡിയോ 1 മാസം മുന്നേ ഞാൻ ഈ ചാനലിലിട്ടിരുന്നു. ആ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. എല്ലാവരും കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ അതിൻ്റെ മുകളിൽ കയറുന്നില്ല. അപ്പോൾ പരമാവധി അത് കാണാൻ ശ്രമിക്കുക, കാണാൻ ആഗ്രഹമുള്ളവർ. ഈ ഭാഗത്ത് ധാരാളം ഗർഡറുകൾ നിർമ്മിക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ള പില്ലറിൻ്റെ മുകളിലേക്ക് വെക്കാനുള്ള ഗർഡറുകളാണ്. ഇനി കുറച്ച് ഭാഗത്ത് മാത്രമുള്ള ഗർഡറുകൾ വെക്കാനുള്ളത്. ആ ഗർഡറുകളാണിത്. അങ്ങനെ ഏകദേശം മമ്മാരിപ്പടി ഭാഗത്തോട്ട് നമ്മൾ എത്താനായിട്ടുണ്ട്. ഈ ഭാഗത്ത് നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ കട്ട വെച്ച് മണ്ണിട്ട് ഉയർത്തുന്ന വർക്ക് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പൂർണ്ണമായും കഴിഞ്ഞ് ടാറിംഗ് വർക്കിന് ആയി തുടങ്ങിയിട്ടുണ്ട്. ഉടൻ തന്നെ ഇവിടെ ടാറിംഗ് വർക്ക് ചെയ്യുന്നതായിരിക്കും. ഈ ഭാഗത്ത് കാണുന്നത് ഒരു തോടാണ്. അതിൻ്റെ
ഒഴുക്കി പൂർണ്ണമായും അപ്പുറത്തോട്ട് ദിശ മാറ്റി ഒഴുക്കി അതിലൂടെയാണ് ഇപ്പോൾ തോട് കടന്നു പോകുന്നത്. നല്ല ഉഷാറായി തോടുണ്ടാക്കിയിട്ടുണ്ട് കാനർസിൽ കമ്പനി. ഇതാണ് ആ പറഞ്ഞ തോട്. അങ്ങനെ എടേക്കോട് മമ്മാലിപ്പടി ഭാഗത്തെത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു എക്സിറ്റ് വരുന്നുണ്ടത്. അതാണ് ഒരു എക്സിറ്റ്. തിരുവൂർ ഭാഗത്തോട്ടും കോട്ടക്കൽ ഭാഗത്തോട്ടും തിരിഞ്ഞു പോകാനുള്ളൊരു എക്സിറ്റാണ് ഇവിടെ. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഒരു എൻട്രി ഉണ്ട്. ഈ ദേശീയപാത 66 അടുക്കാനുള്ള ഒരു എൻട്രി ഓപ്പോസിറ്റ് ഭാഗത്ത് വരുന്നുണ്ട്. ഇവിടുത്തെ വർക്ക് നമ്മൾ കഴിഞ്ഞ മാസം കാണിച്ചെന്നൊക്കെ ഈ വർക്ക് മുമ്പേ കഴിഞ്ഞതാണ്. ഇവിടെ വർക്ക് പൂർണ്ണമായും കംപ്ലീറ്റ് ആയതാണ്. ഇങ്ങനെ ഞാൻ എടരിക്കോട് മമ്മാരിപ്പാടി ഭാഗത്തുള്ള ഫ്ലൈ ഓവറിൻ്റെ മുകളിലെത്തിയിട്ടുണ്ട്. അവിടുത്തെ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്ത് പ്ലാസ്റ്റിക് പാഡ് ഒട്ടിക്കാനുണ്ട്. ഉടൻ തന്നെ ഒട്ടിച്ച് ടാറിംഗ് വർക്ക് ആരംഭിക്കുന്നതായിരിക്കും. മറുഭാഗത്ത് പ്ലാസ്റ്റിക് പാഡ് ഏകദേശം ഒട്ടിച്ച് പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവിടെ കൂടെ കഴിഞ്ഞാൽ ടാർ വർക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ചങ്ങായിമാരെ, ഈ വീഡിയോ ദേശീയപാത 66 റോഡിൻ്റെ വർക്കുകൾ കാണാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടി മാത്രമാണ്. അപ്പോൾ നിങ്ങൾ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ആ കാണുന്നത് തിരുവൂർ ഭാഗത്തെ റോഡാണ്. അതിലൂടെയാണ് വാഹനം കടന്നു പോകുന്നത്. ആ കാണുന്നത് പാലച്ചിറമാട് ഫ്ലൈ ഓവറാണ്. അതിന് കണക്കായിട്ടാണ് ഈ റോഡ് കട്ട വെച്ച് മണ്ണിട്ട് ഉയർത്തി പോകുന്നത്. അവിടെ കോൺക്രീറ്റ് വർക്കൊക്കെ കഴിഞ്ഞതാണ്. ആ ഫ്ലൈ ഓവറിന് മുകളിൽ പൂർണ്ണമായിട്ടും വർക്ക് കഴിഞ്ഞതാണ്. ഈ കട്ട വെച്ച് മണ്ണിട്ട് ഉയർത്തി അതിന് കണക്കായാൽ വർക്ക് കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.